മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, സ്കൂൾ സ്റ്റോറിലേക്ക് 22 രൂപ വീതം വിലയുള്ള 120 ബുക്ക് വാങ്ങി. ആകെ എത്ര രൂപ ചിലവായി എന്നാണ് ആദ്യം നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 22 രൂപ വിലയുള്ള 120 ബുക്കാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 120 × 22 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 120 × 22 നിങ്ങൾ ചെയ്തു നോക്കുക. ഉത്തരം എന്ന് പറയുന്നത് 2640 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി രമ ഈ നോട്ട് ബുക്കുകളിൽ 30 എണ്ണം ഒന്നിന് 24 രൂപ കൊടുത്ത് അവളുടെ ക്ലാസ്സിലേക്ക് വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ അവൾ എന്താ ചെയ്തത്? 24 രൂപ കൊടുത്തിട്ട് 30 ബുക്ക് വാങ്ങിച്ചു അല്ലേ. 24 രൂപ കൊടുത്ത് 30 ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയായി കാണും? നമ്മൾ ചെയ്യേണ്ടത് 24 × 30 ചെയ്തു നോക്കുക. എത്രയാണ്? 720 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ബി 30 × 24 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 × 24 + 10 × 24, 20 + 30 + 4 × 30, ദെൻ 30 × 25 - 1 × 25, 3 × 24 + 10 × 24. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ തുല്യമായത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാലൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ആദ്യം എന്താണ്? 3 × 24 പറഞ്ഞിട്ടുള്ളത്. 3 × 24 എന്ന് പറഞ്ഞാൽ 772 ആണ്. ഇനി 10 × 24 എത്രയാണ്? 240 ആണ്. അപ്പോൾ 240ഉം അതുപോലെ തന്നെ 72 കൂടെ എത്രയായി? 312 എന്നാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കൂ. അടുത്തതെന്ന് പറയുന്നത് 20 × 30 ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. 20 × 30 എന്ന് പറഞ്ഞാൽ 600 ആണ്. ഇനി അതുപോലെ തന്നെ 4 × 30 പറഞ്ഞിട്ടുണ്ട്, 120 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 600ഉം 120ഉം കൂടെ കൂട്ടി നോക്കുക. എത്രയായി? 720 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ തുല്യം എന്ന് പറഞ്ഞാൽ 720 ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. 30 × 24 അല്ലെങ്കിൽ 24 × 30 എന്ന് പറയുന്നത് 720 ആണ്. നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി ബി കറക്റ്റാണ് എന്ന്. എന്നാലും നമുക്ക് സിയും ഡിയും കൂടെ ഒന്ന് നോക്കാം. അടുത്തത് 30 × 25 ആണ് പറഞ്ഞിട്ടുള്ളത്. 30 × 25 എത്രയാണ്? 750. ഇനി 1 × 25 എത്രയാണ്? 25. 750ൽ നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. 750 മൈനസ് എത്ര ചെയ്യണം? 25. എത്രയാണ്? 725 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് 3 × 24 ആണ്. 3 × 24 എന്ന് പറഞ്ഞാൽ 72 ആണ്. 10 × 4 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ 72ഉം 40ഉം കൂടെ എത്രയാണ് വരുന്നത്? 72 + 40 എന്ന് പറഞ്ഞാൽ 112 ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി പ്രവർത്തനം 2ലേക്ക് കിടക്കാൻ നമുക്ക്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്കെയിലിൽ മട്ടം എന്നിവ ഉപയോഗിച്ച് താഴെയുള്ള ചിത്രം തന്നിട്ടുള്ള അളവിൽ വരക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഇത് വരക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ 5 സെൻറ്റിമീറ്റർ ആദ്യം വരക്കണം. എന്നിട്ട് മട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തി ഇത് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഓരോന്ന് നിങ്ങൾ വരച്ച് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ എടുത്ത് വരക്കുക. എന്നിട്ട് എല്ലാം കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനമാണ്. 24 × 15 എന്ന് പറയുന്നത് 360 ആണ് എന്ന് തന്നിരിക്കുന്നവ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 24 × 15 360 ആണ്. അപ്പോൾ 240 × 15 ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു 0 കൂടെ കൂടുതൽ കൂട്ടി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ 360 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 0 കൂടെ കൂട്ടുക, അഥവാ 3600 എന്ന് കിട്ടും. ഇനി 25 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 24 × 15 360 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25 ആകുമ്പോൾ ഒരു 15 കൂടെ കൂടുകയാണല്ലേ. അപ്പോൾ 360ൻ്റെ കൂടെ ഒരു 15 കൂടെ കൂട്ടുക.
കൂട്ടിയാൽ മതി. 360 + 15 375 എന്ന് കിട്ടും. ഇനി 23 × 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 360ൻ്റെ കൂടെ 360ൽ നിന്നും 15 നമ്മൾ കുറക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 345 എന്ന് ഉത്തരം കിട്ടും. അതാണ് 23 × 15 എന്ന് പറയുന്നത്. ഇനി 24 × 16 ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഈ 360ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടിക്കൊടുക്കണം? ഒരു 16 കൂട്ടിക്കൊടുക്കണം. 360 + 16 ചെയ്ത് നോക്കുക. എത്രയാണ്? 16 അല്ല, നമുക്കിവിടെ എത്രയാണ്? 24 ആണല്ലേ. അപ്പം 360ൻ്റെ കൂടെ നമ്മൾ 24 കൂട്ടേണ്ടത്. 24 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 8 384 എന്ന് കിട്ടും. അപ്പം 384 ആണ് 24 × 16 എന്ന് പറയുന്നത്. ഇനി ഈ 24 × 15 തുല്യമല്ലാത്തത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 24 × 15 എന്ന് പറയുന്നത് നമുക്കറിയാം 360 ആണ് ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഇനി അതിന് തുല്യമല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത് തന്നിട്ടുള്ളത് എത്രയാണ് കൂട്ടുകാരെ? ഒന്നാമത്തത് 12 × 2 ആണല്ലേ. 12 × 2 എന്ന് പറയുമ്പോൾ 24. 24 × 15 24 × 15 എത്രയാണ്? 360. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണ്. ഇനി 24 × 3 എന്ന് പറയുന്നതോ? 24 × 3 എന്ന് പറയുന്നത് 72. 72 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 360 തന്നെയാണ്. അപ്പോൾ ഇതും ശരിയാണ്. ഇനി 12 × 30 ആണ് നോക്കേണ്ടത്. 12 × 30 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ അതും ശരിയാണ്. ഇനി അടുത്തത് 25 × 14 ആണ്. 350 ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിയല്ല. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി 350 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കിതിലെ 4ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൽ ചില മേഖലകൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ചോദ്യം: ഏറ്റവും കുറവ് തുക അനുവദിച്ചിരിക്കുന്നത് ഏത് മേഖലക്കാണ്? ഇവിടെ നോക്കൂ, ഇതിൽ ഏറ്റവും കുറവുള്ളത് ഏതാണ് കൂട്ടുകാരെ? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് ഏറ്റവും കുറവ് എന്ന് പറയുന്നത്. ഏതാണ്? കുടിവെള്ളമാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് കുടിവെള്ളത്തിനാണ് ഏറ്റവും കുറവ് അനുവദിച്ചിട്ടുള്ളത്. 1 കോടിയിൽ കൂടുതൽ തുക മാറ്റിവെച്ച മേഖലകൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതൊക്കെയാണ് 1 കോടിയിൽ വരുന്നത്? ഒന്ന് ഇത് വരുന്നുണ്ട് അല്ലേ, കൃഷി എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് റോഡ് വരുന്നുണ്ട്. അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് വികസനത്തിനും റോഡ് വികസനത്തിനും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃഷിക്കും റോഡ് വികസനത്തിനും മാത്രമാണ് 1 ലക്ഷത്തിൻ്റെ മീതെ പൈസ ചെലവഴിച്ചിട്ടുള്ളത്, അതിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ഒന്ന് കൃഷി, അതുപോലെ തന്നെ റോഡ് വികസനം, ഈ 2 എണ്ണത്തിനും മാത്രമാണ്. 3ാമത്തെ ചോദ്യം: പട്ടികയിൽ 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ തുക നീക്കിവെച്ച മേഖലകൾ ഏതൊക്കെയാണ്? 50നും 60നും ഏതാണ്? ആരോഗ്യത്തിന് മാത്രമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആരോഗ്യം എന്ന് മാത്രമാണ്, ബാക്കി 1നും 50നും 60നും ഇടയിലല്ല. ഉത്തരം എന്ന് പറയുന്നത് ആരോഗ്യം. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ഡി ചോദ്യം: പട്ടികയിൽ നിന്ന് 10 മില്യൺ താഴെയുള്ള ഏതെങ്കിലും ഒരു തുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഏതെങ്കിലും ഒരു 10 മില്യൺ താഴെയുള്ളത് എഴുതണം. ഏത് എഴുതാം നമുക്ക്? ഒന്നെങ്കിൽ വിദ്യാഭ്യാസം എഴുതാം, അല്ലെങ്കിൽ കുടിവെള്ളം എഴുതാം, അതല്ലെങ്കിൽ ആരോഗ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ നമുക്ക് ജസ്റ്റ് എഴുതി കൊടുക്കാം. 32,95,246. ഓക്കെ, 32,95,246. ഈ ആണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടി നീക്കി വെച്ചിരിക്കുന്ന തുകയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യം എഴുതാം ഏതാണ്? 1,20,40,45,750. അതിൻ്റെ കൂടെ എന്തെഴുതാം? അടുത്ത വലുത് എഴുതാം. 1,20,20,310. അടുത്ത എത്രയാണ്? ഇതിനേക്കാൾ ചെറുതെന്ന് പറയുന്നത് 96ൻ്റെ ആണല്ലേ. അപ്പോൾ 96,04,208. ഇനി അടുത്തത് എഴുതി നോക്കൂ. അടുത്തതെന്ന് പറയുന്നത് 3 ലക്ഷത്തി അല്ലേ. 3,29,000 3
32,92,246. അതിൻ്റെ കൂടെ തന്നെ 58,20,500 കൂടെ കൂട്ടി നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. എത്രയാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3,46,734 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണ് എന്നാണ് പറയുന്നത്. ഇത് 1 കോടിക്കും 2 കോടിക്കും ഇടയിലാണോ? അല്ല, 3 കോടി കടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബി 2 കോടിക്കും 3 കോടിക്കും ഇടയിലാണ്, അത് ശരിയാണ്. ഇനി 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്, 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ് എന്ന് പറയുന്നത് അല്ല, 2 കോടിക്കും 3 കോടിക്കും ഇടയിലാണെന്നുള്ളത് തെറ്റാണ്. 3 കോടിക്കും 4 കോടിക്കും ഇടയിലാണ്, 4 കോടിക്ക് മുകളിലാണ്, അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ തന്നിട്ടുള്ള വലിയ സംഖ്യയാണ് കൂട്ടുകാർ, കുറച്ച് സമയം എടുത്ത് ഇത്തരത്തിലുള്ള സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ കൂട്ടി നോക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ പ്രവർത്തനമാണ്. ഇവിടെ എന്താണ്? 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് താഴെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലും അതുപോലെ തന്നെ കോമ്പസും എടുക്കുക. എന്നിട്ട് 3 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരച്ചിട്ട് താഴെയുള്ള അർദ്ധവൃത്തങ്ങൾ വരച്ച് പാറ്റേൺ പൂർത്തിയാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എവിടെയാണോ ആ ഒരു ആരമുള്ളത് അവിടെ നിന്നും നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചാൽ മാത്രം മതി. ഇനി ബി ചോദ്യം, 3 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും അരങ്ങുള്ള വൃത്തങ്ങളാണ് ചുവടെയുള്ളത്. 2 വൃത്തകേന്ദ്രങ്ങളും യോജിപ്പിച്ച് വരച്ച വരയുടെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ? നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ആണല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ ആണ്. അഥവാ 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ വരച്ച വരയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ്. 6, 7, 8, 9 എന്നീ സംഖ്യകൾ എല്ലാം ഉപയോഗിച്ച് ആകെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. 6, 7, 8, 9 വെച്ചുകൊണ്ട് എത്ര ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. 24 നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കൂട്ടുകാർ എഴുതി നോക്കുക. അവയിൽ 1ന്റെ സ്ഥാനത്ത് 7 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളാണ് 1ന്റെ സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകളുള്ളത്. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആകെ സംഖ്യകൾ 24 ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ആകെ സംഖ്യകൾ 24 ആണ്. ഇവിടെയുള്ള 4 സംഖ്യകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 24 ÷ 4 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്നുത്തരം കിട്ടും. ഇനി 6, 7, 8, 9 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് എഴുതിയ സംഖ്യകളിൽ എത്ര ഒറ്റക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 12 ഒറ്റക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 12 ഒറ്റക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇനി 6, 7, 8, 0 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 18 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ സംഖ്യകൾ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുകയുള്ളൂ. ഈ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സംഖ്യയിൽ 0, 4, 6, 8, 5 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 40,000-നും 50,000-നും ഇടയിലുള്ള സംഖ്യയാണ്, ഒറ്റ സംഖ്യയാണ്. സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് 0 ആണ്. മധ്യത്തിലെ 3 അക്കങ്ങൾ ചേർന്നാൽ കിട്ടുന്ന സംഖ്യ 600-നും 700-നും ഇടയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുക, സംഖ്യയിൽ 0, 4, 6, 8, 5 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാത്ത വേറെ ഏതെങ്കിലും സംഖ്യകൾ ഉപയോഗിച്ച നമ്പർ ഉണ്ടോ? ഇല്ല, എല്ലാം അതുകൊണ്ട് ഉപയോഗിച്ചതാണല്ലേ. ഇനി 40,000-നും 50,000-നും ഇടയിലുള്ള സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ? ഓപ്ഷൻ ബി എന്നുള്ളത് വരില്ല, കാരണം അത് 80,000-നാണ്. അപ്പോൾ അത് ഓപ്ഷൻ ബി നമ്മൾ വെട്ടിക്കളയാം. ബാക്കി 3 ഓപ്ഷൻസ് നോക്കുക. ഇനി ഒറ്റ സംഖ്യയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞാൽ സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ ഒറ്റ സംഖ്യ ആയിരിക്കും മുട്ടുന്നത് എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ഓരോന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഒറ്റ സംഖ്യകൾ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ സംഖ്യ ഏതാണ്? 4 + 8 + 6 + 5 എത്രയാണ് കിട്ടുന്നത്? 23 ആണ്. അപ്പോൾ ഇതിന് ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കൂ. അടുത്തതും 4 + 6 + 5 + 8 ആണ്. എത്രയാണ്? അതും 23 ആണ്. ഇനി അടുത്തത് 4ാമത്തെ ഡി ഓപ്ഷൻ നോക്കാം. 4 + 6 +
8 + 5 അതും 23. അപ്പോൾ എല്ലാം ചാൻസ് ഉള്ളതാണ്. ഇനി സംഖ്യയുടെ 100ന്റെ സ്ഥാനത്ത് 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 എണ്ണത്തിൻ്റെയും 100ന്റെ സ്ഥാനത്ത് ഏതാണ്? 0 തന്നെയാണ്. ഇനി മധ്യത്തിലെ 3 അക്കങ്ങൾ ചേർന്നാൽ കിട്ടുന്ന സംഖ്യ 600നും 700നും ഇടയിലാണ്. അങ്ങനെയുള്ള ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ഡിയിലുള്ള സംഖ്യയാണ് 46,085 എന്നുള്ള. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനം 7 ഒരു സ്കൂളിൽ 1775 വിദ്യാർത്ഥികൾ ഉണ്ട്. പ്രവേശനോത്സവത്തിന് എല്ലാ കുട്ടികൾക്കും ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 25 ലഡു വീതമുള്ള പാക്കറ്റുകളാണ് വാങ്ങിയത്. ആകെ പാക്കറ്റുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്ന ഒന്നാമത്തെ ആൻസർ 1775 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 71 എന്ന് കിട്ടും. ഇനി അതിഥികൾക്ക് കൊടുക്കാൻ 225 ലഡു കൂടുതൽ വാങ്ങി. 15 എണ്ണം വീതമുള്ള പാക്കുകളാണ് വാങ്ങിയത്. എത്ര പാക്കറ്റ് ലഡുവാണ് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 225 എന്ന് പറയുന്നതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 15 കൊണ്ട് ഹരിക്കണം. ഹരിച്ചു കഴിഞ്ഞാൽ 15 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 15 പുതിയ ലഡുവാണ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി 20 ഡിവൈഡഡ് ബൈ 5 = 4 എങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 5ന് തുല്യമായിട്ടുള്ളത് ഏതാണ്? അപ്പോൾ 2000 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണ് ഉത്തരം എന്ന് കിട്ടുന്നത്. ഓക്കെ, 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 4 ആണെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 400 ആണ്. കാരണം ഇവിടെ എന്താണ്? 2 0, ഇവിടെ 1 0 ഉണ്ടായിരുന്നത്, ഇവിടെ 3 0 വന്നു അല്ലേ? അപ്പോൾ ഇവിടെ 1 0 വന്നപ്പോൾ ഒറ്റ സംഖ്യയാണ് ഉത്തരം കിട്ടിയത്. അപ്പോൾ ഇവിടെ 3 0 വരുമ്പോൾ 2 സംഖ്യകളാണ് ഉത്തരം കിട്ടുക. അപ്പോൾ 4ൻ്റെ കൂടെ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 400 എന്ന് കിട്ടും. ഇതിൽ 400 എന്ന് ഉത്തരം കിട്ടുന്നത് ഏതാണ്? 4 × 10 എന്ന് പറയുന്നത് 10 ആണ്. 40 × 100 എന്ന് പറയുന്നതോ? 40 × 100 എന്ന് പറയുന്നത് 4000 ആണ്. ഓക്കെ, 4000 ആണ്. ഇനി 4 × 100 എന്ന് പറയുന്നത് 400 ആണ്. 4 × 20 എന്ന് പറയുന്നതോ? 4 × 20 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ, താങ്ക്